സോ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൾട്ടിവേരിയറ്റ് ഡാറ്റ അനാലിസിസ് ആൻഡ് ടൈം സീരീസ് ഫണ്ടമെന്റൽസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് മൾട്ടിവേരിയറ്റ് ഡാറ്റ എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബൈലീനിയർ, അതായത് ഒരു വേരിയബിൾ മറ്റേ വേരിയബിളിന് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഒരു രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യണേന്നുള്ളതാണ് നമ്മുടെ മൾട്ടിവേരിയറ്റ് ഡാറ്റ അനാലിസിസിൽ ചെയ്യണത്. So here we are understanding the relationship between the variables and identifying the patterns, interactions and all, so that we can build the predictive models. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മൾട്ടിവേരിയറ്റ് ഡാറ്റ സെറ്റിന്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ സ്റ്റഡി അവേഴ്സ് അറ്റൻഡൻസും എങ്ങനെയാണ് മാർക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കമ്പയർ ചെയ്യണത്. അതേപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ആണ് ഫൈനാൻസ് ലെവലിൽ, ഹെൽത്ത് കെയറിൽ, ക്ലൈമാറ്റിക് സയൻസിൽ, പ്രിഡിക്ഷൻ, ഫോർകാസ്റ്റിംഗ് ഓഫ് വെതർ, മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ, സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ നമ്മൾ മൾട്ടിവേരിയറ്റ് ഡാറ്റ സെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ understand the relationship between the variables, identifying the hidden patterns, improving the decision making. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ മൾട്ടിവേരിയറ്റ് അനാലിസിസ് നമ്മൾ ഡാറ്റ സയൻസിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിവേരിയറ്റ് അനാലിസിസിന്റെ ഒരു മെത്തേഡാണ് നമ്മുടെ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഹീറ്റ് മാപ്പ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. നമ്മുടെ ഡാറ്റേനെ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക, കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹീറ്റ് മാപ്പ്. അപ്പോൾ നമുക്ക് ഓരോ വേരിയബിൾ തമ്മിൽ എത്രത്തോളം അത് കോറിലേറ്റഡ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് പോലെ ഉണ്ടാവുക, അതിൽ നല്ലോണം കോറിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസിന് ഡാർക്കർ ഷെയ്ഡും കുറച്ച് കോറിലേറ്റഡ് ആയിട്ടുള്ളതിന് ലൈറ്റർ ഷെയ്ഡും ആണ് ഉണ്ടാവുക. സോ ഏതൊക്കെ വേരിയബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഹീറ്റ് മാപ്പ് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഹീറ്റ് മാപ്പിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് ഒരു കളർ ബേസ് ആയ കാരണം കൊണ്ട് തന്നെ ഈസി ആയി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ അല്ല, ഒരു ലാർജ് ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാർജ് ഡാറ്റ സെറ്റിൽ ഓരോ വേരിയബിൾസും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ എന്നുള്ളത് ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത്, ഫീച്ചർ സെലക്ഷൻ ഏതാ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാറ്റ സയൻസിന്റെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് എല്ലാത്തിലും നമ്മൾ ഈ ഒരു കോറിലേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ മെഷർ എന്ന് പറയുന്നത് ഹീറ്റ് മാപ്പ് തന്നെയാണ്. അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വേരിയബിൾസിന്റെ ഇതുള്ളത്. ഇപ്പോൾ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ കറസ്പോണ്ടിങ് സ്റ്റഡി അവേഴ്സും അറ്റൻഡൻസും അസൈൻമെന്റ് സ്കോഴ്സും ആൻഡ് കറസ്പോണ്ടിങ് മാർക്കും നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊന്നും എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണേന്നാണ് പറയണത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പെയറും തമ്മിലുള്ള പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ സ്റ്റഡി ഹവർ അറ്റൻഡൻസ് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, സ്റ്റഡി അവേഴ്സ് അസൈൻമെന്റ് എങ്ങനെയാണ്, സ്റ്റഡി അവേഴ്സ് മാർക്ക് എങ്ങനെയാണ്, അറ്റൻഡൻസ് മാർക്ക് അങ്ങനെ, അങ്ങനെ എല്ലാ വേരിയബിളിന്റെയും പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 3 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ ഒരു എക്സസൈസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. സോ അതിന് നമുക്ക് എന്ത് കിട്ടും, ഓരോന്നിനും കറസ്പോണ്ടിങ് കോറിലേഷൻ മെട്രിക്സ് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മെട്രിക്സിനെ ഒരു കളർ ബേസിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഡാർക്ക് റെഡ് കളർ ആണ് എന്ത് ചെയ്യുന്നത്, ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്, അവിടെ നിന്ന് കുറഞ്ഞു വരികയാണ്. പിന്നെ ബ്ലൂ കളർ എന്ന് പറയുന്നതാണ് എന്ത്, ലീസ്റ്റ് കോറിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ഒരു മാപ്പ് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു മാപ്പ് തന്നിട്ട് അതിന് വിഷ്വലൈസ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ 0.99 വരുന്ന പിങ്ക് കളറിലുള്ള വേരിയബിൾസ്, അതായത് മാർക്കും സ്റ്റഡി അവേഴ്സും എന്താണ്, ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അസൈൻമെന്റും അറ്റൻഡൻസും എന്താണ്, വീക്ക്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അസൈൻമെന്റും അറ്റൻഡൻസും അത്ര കോറിലേറ്റഡ് അല്ല. പക്ഷെ മാർക്കും സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി കോറിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ മാർക്കും അസൈൻമെന്റും എന്താണ്, ഹൈലി കോറിലേറ്റഡ് ആണ്. ഈ ഒരു അനലൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹീറ്റ് മാപ്പ് എന്ന് ജനറേറ്റ് ചെയ്യണത്. ഇനി അടുത്തത് എന്ന് പറയുന്നതാണ് പെയർ പ്ലോട്ട്. ഹീറ്റ് മാപ്പ് ഒരു മെത്തേഡാണ്, അതേപോലത്തെ വേറൊരു മെത്തേഡാണ് എന്ത്, പെയർ പ്ലോട്ട് എന്നുള്ളത്. അതിന്റെ വേറൊരു പേരാണ് സ്കാറ്റർ പ്ലോട്ട് മെട്രിക്സ് എന്നുള്ളത്.
അപ്പോൾ ഇതും നമ്മൾ ഡാറ്റ അനാലിസിസിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതിൽ എന്താ ഉണ്ടാവണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വേരിയബിളിൻ്റെയും സ്കാറ്റർ പ്ലോട്ട് ആണ്, അതായത് മറ്റേ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് ഓരോ വേരിയബിളിൻ്റെയും സ്കാറ്റർ പ്ലോട്ട് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയഗണലിൽ നമുക്ക് ആ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതായത് ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ കേർണൽ ഡെൻസിറ്റി എസ്റ്റിമേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള സ്കാറ്റർ പ്ലോട്ടും ആ വേരിയബിളിന്റെ എന്താണുള്ളത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ KDE ആണുള്ളത്. അപ്പോൾ KDE എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്മൂത്ത് കർവ് ഡാറ്റ, അതായത് നമ്മുടെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് KDE ഒക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട്. ആ കേർണൽ ഡെൻസിറ്റി എസ്റ്റിമേഷൻ എങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത്, ആ ഹിസ്റ്റോഗ്രാമിൽ കൂടെ പോണ ഒരു ലൈൻ, ഒരു കർവ്ഡ് ലൈനെയാണ് നമ്മൾ KDEയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയഗണലിൽ നമുക്ക് ഇങ്ങനെ KDE അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ആണ് ഉണ്ടാവുക. ബാക്കിയുള്ളത് എന്താണ്, ആ വേരിയബിളിന്റെ സ്കാറ്റർ പ്ലോട്ട് ആണ് ഉണ്ടാവുക. ദിസ് ഈസ് ദ പെയർ പ്ലോട്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്കറിയാം അതാണ് പെയർ പ്ലോട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ സെപ്പൽ ലെങ്ത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇമേജ്. ദാറ്റ് ഈസ് KDE ആണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ സെപ്പൽ ലെങ്ത്തും സെപ്പൽ വിഡ്ത്തിലും എങ്ങനെയാണ് ഈ വേരിയബിൾസ് സ്കാറ്റർ ആയിട്ടുള്ളത് എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ സെപ്പൽ ലെങ്ത്തിലും പെറ്റൽ ലെങ്ത്തിലും എങ്ങനെയാണ് എന്നുള്ളത്, പെറ്റൽ വിഡ്ത്തിലും സെപ്പൽ ലെങ്ത്തിലും എങ്ങനെയാണ് എന്നുള്ളത്, എങ്ങനെയാണ് ഈ ഓരോ സ്പീഷീസ്, അതായത് സെറ്റോസ, വെറിസി കളർ, വെർജിനിക്ക എന്ന് പറഞ്ഞിട്ടുള്ള 3 വെറൈറ്റി സാധനങ്ങൾ, അവരുടെ പെറ്റൽ ലെങ്ത്തും സെപ്പൽ ലെങ്ത്തും തമ്മിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെയാണ് ഇവിടെ കോറിലേറ്റ്. അതായത് പെറ്റൽ ലെങ്ത് 2.5ഉം സെപ്പൽ ലെങ്ത് 4 to 6ന്റെ ഇടയിലുള്ളതാണ് ഏത്, നമ്മുടെ സെറ്റോസ എന്ന് പറയുന്ന സാധനം. അതേപോലെ സെപ്പൽ ലെങ്ത് ഒരു 6ന്റെയും അതായത് 5ന്റെയും 7ന്റെ ഇടയിലും പെറ്റൽ ലെങ്ത് ഇതിന്റെ ഫസ്റ്റ് അങ്ങനെ ഓരോ ഇമേജ് എടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ട് എങ്ങനെയാണ് അത് വരുന്നത്, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് മാപ്പിൽ ജസ്റ്റ് ഒരു കോറിലേഷൻ വാല്യൂ മാത്രമാണ്, എത്രത്തോളം ഇത് റിലേറ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ സ്റ്റഡി അവേഴ്സും മാർക്കും 0.85 എന്ന് പറയുന്ന സമയത്ത് അതൊരു സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയും. അറ്റൻഡൻസ് മാർക്കും 0.75 ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ മോഡറേറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് കോറിലേറ്റ് ആയിട്ടുള്ളത് എന്ന് മാത്രമാണ് നമ്മുടെ ഹീറ്റ് മാപ്പിൽ പറയുന്നത്. പക്ഷെ പെയർ പ്ലോട്ടിൽ എന്തുണ്ട്, ഓരോ റിലേഷൻഷിപ്പിന്റെയും എങ്ങനെയാണ് അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, എന്തെങ്കിലും ഔട്ട്ലയേഴ്സ് ഉണ്ടോ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഷേപ്പ്, അതായത് റിലേഷൻഷിപ്പിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. So this is the difference between the pair plot as well as the heat map. Pair plot lo parayumbo nammade relationship between every pair of variables using scatter plot use ചെയ്തിട്ട് ഓരോ വേരിയബിളിന്റെ പെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് മാപ്പിൽ ജസ്റ്റ് കോറിലേഷൻ വാല്യൂസ് ആണ് കാണിക്കുന്നത്. പിന്നെ പെയർ പ്ലോട്ടിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്കാറ്റർ പ്ലോട്ട് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ആ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതും കൂടി കാണിക്കും. മറ്റേ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ന്യൂമറിക്കൽ സമ്മറി ആണ് ഉണ്ടാവുക. പിന്നെ പെയർ പ്ലോട്ട് നമ്മുടെ ഡീറ്റെയിൽ അനാലിസിസിനാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് മാപ്പ് ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പെയർ പ്ലോട്ടിൽ ആക്ച്വൽ ഡാറ്റ പോയിന്റ് ആണ് കാണിക്കുന്നത്, ഹീറ്റ് മാപ്പിൽ കോറിലേഷൻ വാല്യൂ ആണ് കാണിക്കുന്നത്. പിന്നെ ഔട്ട്ലയേഴ്സ് പെയർ പ്ലോട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഹീറ്റ് മാപ്പിൽ നമുക്ക് ഔട്ട്ലയേഴ്സ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ലീനിയറും നോൺ ലീനിയർ ആയ റിലേഷൻഷിപ്പ് ഒക്കെ എന്തിൽ കാണിക്കും, പെയർ പ്ലോട്ടിൽ കാണിക്കും. ഹീറ്റ് മാപ്പിൽ ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പെയർ പ്ലോട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം എടുക്കും, ഹീറ്റ് മാപ്പ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഡാറ്റ സെറ്റിന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയർ പ്ലോട്ട് ഇറക്കുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. ഹീറ്റ് മാപ്പ് ജസ്റ്റ് ഇനീഷ്യൽ സ്ക്രീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെയർ പ്ലോട്ട് ആസ് വെൽ ആസ് ദ ഹീറ്റ് മാപ്പ്. ഇനി അടുത്ത് പറയുന്നതാണ് നമ്മുടെ 3 വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് 2 വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ ആണ്, ഒരു 2 ഫാക്ടർ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 2 അല്ല
മൂന്നെണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ത്രീ വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ത്രീ കാറ്റഗറിക്കൽ വേരിയബിൾസ് അറ്റ് ദ സെയിം ടൈം. ഒരു സമയത്ത് 3 വേരിയബിളിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രീ വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്മോക്കിങ്ങിന്റെ കാര്യം ഉണ്ടായിരുന്നത്. സ്മോക്കിംഗ് കോസസ് ഡെത്തോ ലൈവോ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ അതിനെപ്പോലത്തെ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ നമുക്ക് ജെൻഡർ ഉണ്ട്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അവർ റിസൾട്ട് ഉണ്ട് പാസ് ആണോ ഫെയിൽ ആണോ, അതേ കൂടാതെ ഒരു വേരിയബിളും കൂടി നമ്മൾ വെക്കുകയാണ് എന്ത് സ്റ്റഡി ടൈപ്പ് എങ്ങനെയാണെന്ന്, റെഗുലർ ആണോ ഇറഗുലർ ആണോ, ഏത് സ്റ്റഡി ടൈപ്പ് ആണെന്നും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇൻകം ഉണ്ട്, ജെൻഡർ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ വേരിയബിൾ ആദ്യത്തെ 2 വേരിയബിളിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണേ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ 3 വേരിയബിൾ ആണുള്ളത്. റോ വേരിയബിൾ ഉണ്ട്, കോളം വേരിയബിൾ ഉണ്ട്, അതേപോലെ ലെയർ വേരിയബിൾ ഉണ്ട്. റോ വേരിയബിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിഡിക്റ്റർ വേരിയബിൾ. ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് എഡ്യൂക്കേഷൻ ജെൻഡറും എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് ഇൻകം എങ്ങനെയാണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സോ ഇൻകം വിൽ ബി അവർ റോ വേരിയബിൾ. കോളം വേരിയബിൾ എന്ന് പറയുന്നതാണ് ഡിപ്പെൻഡന്റ് ഓർ ഔട്ട്കം വേരിയബിൾ. അല്ല, ഒരു വേരിയബിളിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് കാണിക്കുന്നതാണ് നമ്മുടെ കോളം വേരിയബിൾ. അതായത് മൂന്നാമത്തെ വേരിയബിൾ ആണ് ലെയർ വേരിയബിൾ. അതാണ് നമ്മുടെ ഡാറ്റ സെറ്റിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടത്തെ ഇപ്പോൾ നമുക്ക് വെക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്, വൈ എന്ന് പറയുന്നത് ഇൻകം ആണ്, സെഡ് എന്ന് പറയുന്നത് ജെൻഡർ ആണ്. അപ്പോൾ ജെൻഡർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത് സ്പ്ലിറ്റ് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാവും വരിക, ജെൻഡർ വെച്ചിട്ട് സ്പ്ലിറ്റ് വരും, അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് സാലറി, പിന്നത്തെ എഡ്യൂക്കേഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് സാലറി, അങ്ങനെ കാണിക്കാം. ഇനി നമ്മളിപ്പോൾ മുന്നത്തെ കേസ് നമ്മൾ പറയണ്ടായിരുന്നത് സ്മോക്ക് ഉണ്ട്, ലൈവ് ഉണ്ടോ ഡെഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്മോക്കിംഗ് ഉണ്ട്, അതിന് നമുക്ക് 2 കാറ്റഗറി ഉണ്ട്, യെസ് ഓർ നോ ഉണ്ട്. അതേപോലെ തന്നെ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് അലൈവ് ഓർ ഡെഡ് ഉണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ നമ്മൾ കൊണ്ടുവന്നു സ്പ്ലിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇറ്റ് ഈസ് ദ ഏജ് ഗ്രൂപ്പ് എന്നുള്ളത്. യങ് ആണോ ഓൾഡ് ആണോ എന്ന്, അതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ സ്പ്ലിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ എന്താണ് കൺട്രോൾ ലൈൻ ലെയർ വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് എക്സ്, അത് ലൈവ് ആണോ ഡെഡ് ആണോ എന്നുള്ളതാണ് എന്ത് വൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് ഗ്രൂപ്പ് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ആക്കി യങ് ഉണ്ട് ഓൾഡ് ഉണ്ട്. ഇനി സ്മോക്കിങ്ങിന് നമുക്ക് 2 ഓപ്ഷനേ വരുന്നുള്ളൂ, സ്മോക്കിംഗ് എസ് ആണോ നോ ആണെന്ന്. അപ്പോൾ യങ്ങിൽ എന്തുണ്ട് സ്മോക്കിംഗ് എസ് ഉണ്ട് നോ ഉണ്ട്, അതേപോലെ ഓൾഡിലും എന്തുണ്ട് സ്മോക്കിംഗ് എസ് ഉണ്ട് നോ ഉണ്ട്. ഇനി കറസ്പോണ്ടിങ് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ അടുത്ത 2 കോളത്തിൽ എഴുതുന്നത്. അലൈവ് എത്ര പേരുണ്ട്, ഡെഡ് എത്ര പേരുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യണതിൽ എത്ര പേര് ജീവിച്ചു എത്ര പേര് മരിച്ചു, അത് യങ് ആവുമ്പോൾ. അതേപോലെ തന്നെ സ്മോക്കിംഗ് ചെയ്യാത്ത എത്ര പേര് ജീവിച്ചു മരിച്ചു യങ് ആവുമ്പോൾ. അതേപോലെ തന്നെ ഓൾഡിനൊരു കണ്ടീഷൻ വരും. അപ്പം ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണതാണ് നമ്മുടെ എന്ത് 3 വേരിയബിൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ 3 വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇത് ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഇങ്ങനെ ഒരു 3 വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിയൽ വേൾഡ് പ്രോബ്ലംസിനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ എന്തൊക്കെ ഹിഡൻ പാറ്റേൺസ് ആണുള്ളത് എന്ന് അറിയാൻ പറ്റും. ഓരോ വേരിയബിൾസ് തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണതെന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് വെറുതെ 2 വേരിയബിൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്ലീഡിങ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ കൺക്ലൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 വേരിയബിൾ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പറ്റും. ഇനി അടുത്ത് പറയുന്നതാണ് നമ്മുടെ കാഷ്വൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ പറയണ വെച്ചാൽ ഹൗ വൺ വേരിയബിൾ ആക്ച്വലി കോസസ് എ ചേഞ്ച് ഇൻ അതർ. ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ചാണ്, എങ്ങനെയാണ് മറ്റേ വേരിയബിളിന് ചേഞ്ച് വരുന്നത്, അതെങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് കാഷ്വൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പുറത്തെ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു പറയുന്നത്, അതാണ് കോറിലേഷൻ. എക്സ് മാറുന്നതിനനുസരിച്ച് വൈ മാറുന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ വൈ മാറുന്നത് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് എന്ത് കാഷ്വൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ 3 വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ വെച്ചിട്ടാണ് ഈ ഒരു കാഷ്വൽ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അതായത് മൂന്നാമത് ഒരു വേരിയബിൾ വരുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ, അത് സ്റ്റാൻഡ് ചെയ്യണില്ലേ എന്നുള്ളത് അനലൈസ് ചെയ്യാണ് ഈ ഒരു കാഷ്വൽ എക്സ്പ്ലനേഷനിൽ ചെയ്യണത്. അപ്പോൾ ഇതിന് നമുക്ക് 3 സെനാരിയോ ആണുള്ളത്. ഒന്ന് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കോഫൗണ്ടിങ് എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ മീഡിയേഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തേന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഓർ മോഡറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ കാഷ്വൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് കോഫൗണ്ടിങ് ആണ്. കോഫൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതെന്താണ് y ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ് കൂടുന്നതിനനുസരിച്ച് y കൂടുന്നുണ്ട്. പക്ഷേ എക്സ് വൈയും തമ്മിലുള്ള റിലേഷൻ സെഡ് എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ടാവുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. സെഡ് എന്നുള്ള വേരിയബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ എക്സും വൈക്കും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ പറയണതിനെയാണ് നമ്മൾ എന്ത് പറയണത്, കൺഫൗണ്ടിങ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചൂടുകാലമാണ്, ഇപ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഐസ്ക്രീം സെല്ലിംഗ് റേറ്റ് കൂടുകയാണ്. വൈ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മൾ ഈ സമയത്ത് നമ്മുടെ മുങ്ങിമരണങ്ങൾ കൂടുതലാണ്, ഡ്രോണിങ് ആയിട്ടുള്ള ഡെത്ത് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഐസ്ക്രീം കൂടുന്നുണ്ട്, അതേപോലെ തന്നെ ഡ്രൗണിങ് ഡെത്തും കൂടുന്നുണ്ട്. അപ്പോൾ വി ഫൈൻഡ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദം. പക്ഷെ ഈ 2 തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇത് തമ്മിൽ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ചൂടുകാലം. അപ്പൊ ചൂടുകാലമാണ് എന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സെല്ലിങ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എന്ത് കൂടുതലായിരിക്കും, ഇപ്പോൾ ആ പുഴയിലുള്ള ആൾക്കാരെ ചൂടത്ത് പുഴയിൽ കുളിക്കാൻ പോയിട്ട് അവിടെ ഈ ഡ്രൗണിങ് ആയിട്ട് അല്ലെങ്കിൽ മുങ്ങിപ്പോയിട്ട് മരിക്കാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. സോ എക്സും കൂടുമ്പോൾ വൈയും കൂടുന്നത് കാണാണ്ട് ഇറ്റ് ഈസ് എ പോസിറ്റീവ് റിലേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ജസ്റ്റ് ബന്ധമൊന്നുമില്ല. ഒരു തേർഡ് വേരിയബിൾ, അതായത് ചൂടുകാലം എന്നുള്ള ഒരു തേർഡ് വേരിയബിൾ വരുമ്പോൾ മാത്രമാണ് അതിലുമായിട്ടാണ് എന്ത് ചെയ്യണത്, ഇവർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനത്തെ എക്സ്പ്ലനേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺഫൗണ്ടിങ് എന്ന് പറയുന്നത്, ആ കാഷ്വൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പറയുന്നതാണ് എന്ത്, മീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ എക്സ് ഉണ്ടാവുന്ന സമയത്തൊക്കെ എന്തുണ്ട്, വൈ ഉണ്ട്. പക്ഷെ ഈ എക്സും വൈയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടല്ല റിലേറ്റഡ് ആയിരിക്കണേ. എക്സ് കാരണം കൊണ്ട് ഒരു സെഡ് ഉണ്ടാവുന്നുണ്ട്, ആ സെഡ് കാരണം കൊണ്ടാണ് വൈ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു കേസ്, അതായത് ഹിയർ സെറ്റ് കാഷ്വൽ എക്സ്പ്ലനേഷൻ ഫോർ വൈ എക്സ് എഫക്ട് വൈ. അതായത് എക്സ് ചെയ്ത കാരണം കൊണ്ട് ഒരു സെഡ് ഉണ്ടായി, ആ സെഡ് ചെയ്ത കാരണം കൊണ്ട് വൈ ഉണ്ടായി. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് സെഡ് നിൽക്കുകയാണ്, തേർഡ് വേരിയബിൾ നിൽക്കുകയാണ്. അതിനെയാണ് നമ്മൾ മീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റഡി അവേഴ്സ് കൂടുന്നതനുസരിച്ച് മാർക്ക് കൂടുന്നുണ്ട് വിചാരിക്കും. അപ്പോൾ അതിന്റെ നമ്മളൊരു തേർഡ് വേരിയബിളിനും കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്. എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്. അപ്പോൾ സ്റ്റഡി അവേഴ്സ് കൂടും തോറും നമ്മുടെ എന്ത് ചെയ്യും, കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് കൂടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കൂടുതൽ കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. As study hours increases, understanding level increases, as a result mark increases. അങ്ങനത്തെ ഒരു ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത് പറയണതാണ് എന്ത്, സ്പെസിഫിക്കേഷൻ എന്നുള്ളത്. അത് എന്താ വെച്ചാൽ the effect of x and y depend on the level of x. സെറ്റ് ഏത് ലെവലിലാണെന്ന് വിചാരിച്ചിട്ടാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻസ് സ്റ്റാൻഡ് ചെയ്യണത്. അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫെർട്ടിലൈസർ ഇട്ടു. അപ്പോൾ ഫെർട്ടിലൈസർ ഇട്ടപ്പോൾ എന്ത് ചെയ്തു, ഈ പ്ലാന്റിന് ഗ്രോത്ത് കൂടി. ചില സമയത്ത് ഫെർട്ടിലൈസർ ഇട്ടിട്ടും പ്ലാന്റിന് ഗ്രോത്ത് കൂടിയില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻ എപ്പോഴാണ് ഉണ്ടാവുക വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ മണ്ണിന് നനവുള്ള സമയത്താണ് നമ്മൾ ഫെർട്ടിലൈസർ ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, അതിന് വിളവ് കൂടുതലാണ്. മണ്ണിന് നനവില്ലാണ്ടുള്ള സമയത്താണ് ഫെർട്ടിലൈസർ ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. സോ സെറ്റ് എന്ന് പറഞ്ഞ മണ്ണിന്റെ നനവ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് പറയണത്, സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാഷ്വൽ സെനാരിയോ നമ്മൾ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് എക്സ്പ്ലനേഷൻ, ഇന്റർപ്രിട്ടേഷൻ, സ്പെസിഫിക്കേഷൻ. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്
അല്ലെങ്കിൽ കൺഫൗണ്ടിങ് എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. തേർഡ് ഫാക്ടർ എക്സ് ഉണ്ടെങ്കിൽ സെഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒരു എക്സ് കഴിഞ്ഞിട്ട് ഒരു സെഡ് ഉണ്ടായി, ആ സെഡിന്റെ റിസൾട്ട് ആയിട്ടാണ് വൈ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു മീഡിയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്ത് പറയുന്നത്, മീഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പറയുന്നതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഓൺ വൈ ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ. സെഡ് എത്രത്തോളം മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് വരും, എക്സിന്റെ വാല്യൂസും വൈന്റെ വാല്യൂസും ചേഞ്ച് ആകും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് സെനാരിയോസ്. അപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളും ആണിത്. അപ്പോൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഐസ്ക്രീം സ്കെയിൽ ഉണ്ട്, വൈയിൽ നമ്മുടെ ഡ്രൗണിങ് കേസസ് ഉണ്ട്. സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് വെതർ ആണ്. പിന്നെ സമ്മറിൽ എന്ത് ചെയ്തു, ഹോട്ട് വെതർ ആയ കാരണം കൊണ്ട് ഐസ്ക്രീം കഴിക്കും. പിന്നെ കുറേ പേര് സ്വിമ്മിങ്ങിന് പോയിട്ട് മോർ ഡ്രൗണിങ് കേസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഐസ്ക്രീം അല്ല ഡ്രൗണിങ് കേസ് ഉണ്ടാക്കുന്നത്, ഇറ്റ് ഈസ് ദ സെഡ്, ഹോട്ട് വെതർ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടിനെയും ഉണ്ടാക്കുന്നത്. അപ്പോൾ സെഡ് ഇഫ് യു കൺട്രോൾ സെഡ് ഓൺലി സെയിം വെതറിനെയാണ് ഇവർ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സും വൈക്കും തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഫേക്ക് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതാണ് കൺഫൗണ്ടിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ പറയണത് ഇപ്പോൾ എക്സ് സ്റ്റഡി അവേഴ്സ് ആണ്, അതേപോലെ സെഡ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്റ്റ് ആണ്, വൈ എന്ന് പറയുന്നത് എക്സാം മാർക്കാണ്. അപ്പോൾ സ്റ്റഡി അവേഴ്സ് കൂടുന്തോറും അണ്ടർസ്റ്റാൻഡിങ് കൂടും, നമുക്ക് എക്സാം മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ സെഡ് എക്സ്പ്ലെയിൻസ് ഹൗ എക്സ് എഫക്ട് വൈ, എക്സ് എങ്ങനെയാണ് വൈനെ എഫക്ട് ചെയ്യണേ എന്നുള്ളത് സെഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ മെക്കാനിസം അല്ലെങ്കിൽ മീഡിയേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ മിഡിൽ സ്റ്റെപ്പ് സെഡ്. ഇനി അടുത്ത പറയണതാണ് മറ്റേ തേർഡ് കേസ്, നമ്മൾ മറ്റേ വെതർ ആൻഡ് ഇൻഫർമേഷൻസിന്റെ കാര്യം പറഞ്ഞത്. ഇനി വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോറിലേഷൻ ആൻഡ് കാസുലേഷൻ. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒരേപോലെ മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടു വേരിയബിൾസ് ചേഞ്ചസ് ടുഗെദർ ബട്ട് വി ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണ് അത് ചേഞ്ച് ചെയ്യണേ എന്നുള്ളത് അറിയില്ല. രണ്ട് വേരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടുപേരും റിലേറ്റഡ് ആണോ റിലേറ്റഡ് അല്ലേ എന്നൊന്നും അറിയില്ല. നമ്മൾ എന്താ പറയുന്നത്, അത് രണ്ടുപേരും അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് നമ്മൾ കോറിലേഷനിൽ പറയണത്. പക്ഷേ നമ്മുടെ കാഷ്വൽ എക്സ്പ്ലനേഷനിൽ നമ്മൾ എന്താ പറയുന്നത്, ഹൗ വൺ വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു അതർ, എങ്ങനെയാണ് ഒരു എന്താണ് കോസ്, അതിനെന്താണ് എഫക്റ്റ്, എന്താണ് അതിൻ്റെ ഡയറക്ഷൻ, നമുക്ക് സ്ട്രോങ് കൺക്ലൂഷൻ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ടൈം സീരീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ടൈമിൻ്റെ ബേസിൽ എന്തെങ്കിലും ഡാറ്റ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് അനാലിസിസ് എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ സെയിൽസ് ഡാറ്റാസ്, സ്റ്റോക്ക് പ്രൈസസ്, റെയിൻഫോൾ മെഷർമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ ടൈം സീരീസ് ആയിട്ടുള്ള ഡാറ്റാസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിന് എന്തൊക്കെ കൺസിഡർ ചെയ്യണം, അതിൻ്റെ ടൈം ഓർഡേർഡിലായിരിക്കണം നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണേ. അതേപോലെ പാസ്റ്റ് വാല്യൂ ഓഫ് ടൈം എന്ത് ചെയ്യണം, നമ്മുടെ ഫ്യൂച്ചർ വാല്യൂസ് ഓഫിനെ നമ്മൾ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ എന്തെങ്കിലും ഫോർകാസ്റ്റിംഗ്, വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോക്കിലെ അടുത്ത മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളതൊക്കെ ഫോർകാസ്റ്റ്, അങ്ങനെ ഫോർകാസ്റ്റിങ്ങിനാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യണത്, ടൈം സീരീസ് ഡാറ്റാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം സീരീസ് ഡാറ്റന് 4 കമ്പോണന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്, ഷോ ഓവറോൾ മൂവ്മെന്റ് ഓവർ ടൈം, ഒരു ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് മൂവ് ചെയ്തത്, ചിലപ്പോൾ ലീനിയർ ആയിട്ടായിരിക്കും, ചിലപ്പോൾ നോൺ ലീനിയർ ആയിട്ടായിരിക്കും, എന്തെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ, അതൊക്കെ അനലൈസ് ചെയ്യണതാണ് എന്ത്, ട്രെൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് സീസണാലിറ്റി. സീസണാലിറ്റി പറയുന്നത് എന്തെങ്കിലും ഒരു ഫിക്സഡ് ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം ഇതെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഉണ്ടോ, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് വരണ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതാണ് സീസണാലിറ്റി പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നതാണ് ക്ലിനിക്കൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സീസൺ പോലെയല്ല, പെർട്ടിക്കുലർ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻസ് ഉണ്ടായിരിക്കും, ലോങ് ടേം വേരിയേഷൻസ് ആയിരിക്കും. അതൊരു സീസൺ ആയിട്ടൊന്നും ആയിരിക്കില്ല എന്ത് വരണത്, വേരിയേഷൻസ് വരണത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജെർക്ക് വന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുന്നതാണ് എന്ത്, സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഇറഗുലർ വേരിയേഷൻ, അതായത് നമുക്ക് പെട്ടെന്ന്
പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരണത്. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആണ് നമ്മൾ എന്ത് പറയണത്, ഇറഗുലർ വേരിയേഷൻ. അപ്പോൾ ടൈം സീരീസ് അനാലിസിസിൽ മെയിനായിട്ട് ഈ 4 എണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രെൻഡ് എന്താണ്, സീസണാലിറ്റി ഉണ്ടോ, സൈക്ലിക് വേരിയേഷൻസ് ആണോ, അതോ ഇറഗുലർ വേരിയേഷൻസ് ആണോ എന്നുള്ളത്. അപ്പോൾ സൈക്ലിക് വേരിയേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണ്, ട്രെൻഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ സെയിൽ ഇങ്ങനെ ഭയങ്കര കൂടും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനേക്കാളും സെയിൽ കൂടുതലായിരിക്കും സെക്കൻഡ് ഇയറിനേക്കാളും കൂടുതലായിരിക്കും തേർഡ് ഇയർ. ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. സീസണാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരികയാണ്, ഇപ്പോൾ ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് അവിടെ കസ്റ്റമേഴ്സിന് സെയിൽസ് കൂടും, ചില സമയത്ത് തീരെ ആൾക്കാർ അത് മേടിക്കാൻ ഉണ്ടാവില്ല. അതാണ് സീസണാലിറ്റി പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സൈക്ലിക് വേരിയേഷൻ പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു റിസഷൻ വരിക, എന്താ പെട്ടെന്ന് വലിയ നമ്മുടെ അതായത് ഗ്രാജുവൽ ആയിട്ടാണ് ഈ റിസഷൻ വരിക, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് വരില്ല, മെല്ലെ മെല്ലെ നമ്മുടെ എക്കണോമിക് ലോസ് ഉണ്ടാവും, അങ്ങനെയെല്ലാം വന്ന ഒരു റിസഷൻ അങ്ങനത്തെ ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറയുന്നതാണ് നമ്മുടെ സൈക്ലിക് വേരിയേഷൻ പറയുന്നത്. പിന്നെ അബ്നോർമൽ വേരിയേഷൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് കൊറോണ വന്നു, പെട്ടെന്നെല്ലാം സ്റ്റക്കായി പോയി, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു, എല്ലാം ഇല്ലാണ്ടായി, അങ്ങനത്തെ ഒക്കെ വരണതാണ് നമ്മുടെ എന്താന്ന് പറയണത് മറ്റേ ഇറഗുലർ ആയിട്ട് വരണ ആ വേരിയേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ, ടൈം അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം സീരീസ് പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഗ്രാഫാണ്. അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഡേ ആയിരിക്കും, മന്ത് ആയിരിക്കും വരാം, എന്ത് വേണമെങ്കിലും ആവാം. ടൈമിൻ്റെ ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്നുണ്ടാവുക. വൈ ആക്സിസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വാല്യൂസ് എന്താണോ ആ വാല്യൂസിനെയാണ് ഷോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈം സീരീസ് അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഗ്രാഫാണ്, ടൈം സീരീസ് പ്ലോട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡാറ്റ എന്ന് പറയുന്നത് ഒരു ടൈം ഓർഡറിലായിരിക്കും ഉണ്ടാവുക, ഒരു അല്ലെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്താണ്, സഡൻ ചേഞ്ചസ് എന്താണെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ടൈം സീരീസ് പ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ടൈം സീരീസ് പ്ലോട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 2023, 24, 25, 26 അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും വാല്യൂ വരിക എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ 23 to 24 ഡിഫറെൻറ്റ് മന്ത്സ് ഉണ്ട്, ഓരോ മന്ത്സിലും ഡിഫറെൻറ്റ് ട്രെൻഡാണ് കാണിക്കുന്നത്. ആ ഒരു ട്രെൻഡ് തന്നെയാണോ നമ്മൾ 24 to 24, 25 അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം ഏത് മാസം. ഇതിപ്പോൾ ഇതിൽ സീസണാലിറ്റി എന്താണ്, ഇതിൻ്റെ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റണം. വാട്ട് ഈസ് ദ ട്രെൻഡ്, വാട്ട് ഈസ് ദ സീസണാലിറ്റി, വാട്ട് ഈസ് ദ സൈക്ലിക് ഇൻ്റർപ്രിട്ടേഷൻ, വാട്ട് ഈസ് ദ റെഗുലർ അല്ലെങ്കിൽ അബ്നോർമൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ആ ടേമുകൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ റെക്കോർഡ് ഉണ്ട്, അതിൽ നമ്മൾ പേഷ്യൻസ് വിസിറ്റിംഗ് ഡേയിൽ അതിൻ്റെ എത്ര നമ്പർ ആണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് സമയത്താണ് അവർ വന്നതെന്നുള്ളത് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ വുഡ് എ ടൈം സീരീസ് പ്ലോട്ട് ഹെൽപ്പ് ഇൻ റിസോഴ്സ് പ്ലാനിങ്. എങ്ങനെയാണ് ഒരു ടൈം സീരീസ് പ്ലോട്ട് ഹോസ്പിറ്റലിൻ്റെ റിസോഴ്സ് പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ അതിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, സീസണാലിറ്റി ഉണ്ടോ എന്ന് നോക്കണം, അതിന് സൈക്ലിക്കൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ട്രെൻഡാണ്. അപ്പോൾ ട്രെൻഡ് പറയുമ്പോൾ എന്താണ്, whether a patient visit are increasing or decreasing or ടൈം കൂടുന്തോറും നമ്മുടെ പേഷ്യൻസ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ കുറേ സ്റ്റാഫിനെ എപ്പോഴാണ് നമുക്ക് അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത്, ഹയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മുടെ ഫെസിലിറ്റീസിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇത് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്റ്റേജിൽ എന്ത് എക്സ്പാൻഡ് ചെയ്യണം, ഏത് ഡോക്ടർ എടുക്കണം എന്നുള്ളതിൻ്റെ ഒക്കെ കറക്റ്റ് അനാലിസിസ് നമുക്ക് കിട്ടും. രണ്ടാമത്തേന്ന് പറയുന്നതാണ് ഈ സീസണൽ പാറ്റേൺസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ മൺസൂണിലൊക്കെ ആൾക്കാർ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്.
പനിയൊക്കെ സ്പ്രെഡ് ആവണ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ബ്ലഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് ഈസ് ഡിറ്റക്ടിങ് ദ സീസണൽ പാറ്റേൺസ്. അതേപോലെ തന്നെ നമുക്ക് പീക്ക് അവേഴ്സ് ഓഫ് ദ ഡേ, ഒരു ഡേയിലെ ഏറ്റവും പീക്കായിട്ടുള്ള അവേഴ്സ് ഏതാണെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് അവറിലാണ് കൂടുതൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യേണ്ടത്, ഏത് അവറിലാണ് കുറച്ച് ആൾക്കാർ വേണ്ടത്. അപ്പോൾ ഈ ഓവർ ക്രൗഡിങ്ങും അണ്ടർ യൂട്ടിലൈസേഷനും എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും സഡൻ ചേഞ്ചസ് ഉണ്ടോ, ഏതെങ്കിലും ആക്സിഡൻറ്റ് വരെ എപ്പിഡമിക്സ് വരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എമർജൻസി റെസ്പോൺസസ് എങ്ങനെയാണ്, ബാക്കപ്പ് സ്റ്റാഫിനെ റിസോഴ്സസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം സീരീസ് അനാലിസിസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ യു ഹാവ് ടു ഡു എ ടൈം സീരീസ് അനാലിസിസ് ആൻഡ് വാട്ട് യു റെക്കമെൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിന് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത ഒരു സ്ട്രാറ്റജി പറയുന്നതാണ് നമ്മുടെ ഡാറ്റ ക്ലീനിങ് സ്ട്രാറ്റജി. ഇപ്പോൾ മൾട്ടി വേരിയബിൾ ആയ കാര്യം കൊണ്ട് അല്ലെങ്കിൽ ടൈം സീരീസ് ഉള്ളത് കൊണ്ടും തന്നെ നമുക്ക് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ക്ലീനിങ് ചെയ്യണേക്കാളും മുന്നേ തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് അവർലി, ഡെയിലി, മന്ത്ലി എങ്ങനത്തെ ബേസിലാണ്, അതിലേപോലെ എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ, എന്തെങ്കിലും സീസണാലിറ്റി ഉണ്ടോ, എന്തെങ്കിലും സൈക്ലിക് ബിഹേവിയർ ഉണ്ടോ, അതേപോലെ ഇതൊരു സിംഗിൾ ഡാറ്റ ടൈപ്പ് ആണോ അതോ മൾട്ടി വേരിയഡ് ഡാറ്റ ടൈപ്പ് ആണോ, ഇനി അത് സെൻസേഴ്സ് എന്നുള്ള ഡാറ്റ ആണോ, അത് മാനുവലി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ ആണോ, എന്തെങ്കിലും റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എററായിട്ട് വന്നേക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഡാറ്റ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ടെമ്പറൽ ഡിപ്പെൻഡൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. സോ ടെമ്പറൽ ഡിപ്പെൻഡൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഡാറ്റ ക്ലീനിങ്ങിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് ഹാൻഡ്ലിങ് മിസ്സിംഗ് വാല്യൂസ് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഉള്ള കുറച്ച് മെത്തേഡ്സ് ആണിത്. ലീനിയർ ഇൻ്റർപൊളേഷൻ, സീസണൽ ഇൻ്റർപൊളേഷൻസ്, മോഡൽ ബേസ്ഡ് മെത്തേഡ്സ്, അതായത് റിഗ്രഷൻ ബേസ്ഡ് മെത്തേഡ്സ്, ഫോർവേഡ് ഫില്ല്. അപ്പോൾ ഫസ്റ്റ് ലീനിയർ ഇൻ്റർപൊളേഷൻ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു കുഞ്ഞൊരു സ്ഥലത്തെ സാധനം മാത്രമാണ് റെക്കോർഡ് ആവാത്തുള്ളൂ, ബാക്കിയൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ടൈമിൻ്റെയും പിന്നത്തെ ടൈമിൻ്റെയും ഒരു ഏവറേജ് എടുത്തിട്ട് കറസ്പോണ്ടിങ് ടൈമിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് നമ്മൾ സീസണൽ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു കുഞ്ഞൊരു സെറ്റ് ഓഫ് ഡാറ്റ പോയിട്ടുള്ളൂ, ഒരു ടൈമിൻ്റെ ഡാറ്റ പോയിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റാസ് പോയി, ഒരു സീസണിൻ്റെ ബേസിൽ പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീസൺ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്ക് എമൗണ്ടിൻ്റെ അഗ്രിഗേറ്റ് എടുത്തിട്ട് ചെയ്യും. അതാണ് സീസണൽ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്നത്. മോഡൽ ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഫോർവേഡ് ഫിൽ എന്ന് പറയുന്നത് ജസ്റ്റ് ലാസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നോ അതിന് തന്നെ ഇല്ലാത്തടത്തേക്ക് കയറ്റടിക്കുക. അതാണ് നമ്മുടെ ഫോർവേഡ് ഫിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്ലയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടെക്നിക്കാണുള്ളത്, റോളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സും ക്യാപ്പിങ്ങും. റോളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ ഒന്നുമില്ല, ഒരു വിൻഡോ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ സൈസിന്, അതായത് പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേക്കാണ് വിൻഡോ വെച്ചേക്കണേ, അതവിടെ മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സെറ്റിക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫ്ലാഗ് ചെയ്ത് കൊടുക്കും, അവിടെ ഒരു ഔട്ട്ലയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ 95th പെർസെൻറ്റേജ്, നമുക്ക് മൊത്തം 100-നാണെങ്കിൽ അതിൻ്റെ 5% 95th പെർസെൻറ്റേജിൻ്റെ അടുത്തുള്ള വാല്യൂസ് ഏതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ അടുത്തുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ട്ലയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇൻകൺസിസ്റ്റന്റ് ഡാറ്റാസിന് എങ്ങനെ ക്ലീൻ ചെയ്യുക വെച്ചാൽ, അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ടൈം സ്റ്റാമ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈം സ്റ്റാമ്പിന് തന്നെ 2 ഡാറ്റ കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മീനോ സമ്മോ എന്തെങ്കിലും എടുക്കും. അതല്ലാണ്ട് കോൺഫ്ലിക്റ്റിംഗ് വാല്യൂസ്, ഒരു സമയത്ത് ഒരു വാല്യൂ കാണിച്ചു വേറെ സമയത്ത് വേറെ വാല്യൂ കാണിച്ചു, അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡൊമൈൻ്റെ റൂൾ എന്താണെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണോ അതിനെടുക്കും, മറ്റേനെ ഡിസ്കാർഡ് ചെയ്യും. ഇനി മൾട്ടി വേരിയബിൾ ഇൻകൺസിസ്റ്റന്റ്, അതായത് കുറേ വേരിയബിൾ ഉണ്ട്, അപ്പോൾ അതിൽ ഒരു വേരിയബിൾ വേറൊരു വേരിയബിൾ ഡിപ്പെൻഡ് ആണ്, അടുത്ത് വരും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതാണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് വേരിയബിൾ വാലിഡേഷൻ ആണ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡാറ്റ ക്ലീനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അടുത്തത് പറയുന്നതാണ്, ഈ ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ നമുക്കൊരു ഡെയിലി ടെമ്പറേച്ചർ സീരീസ് മെഷർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൽ കുറേ മിസ്സിംഗ് വാല്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു സീസണൽ പാറ്റേൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർപൊളേഷൻ ആണ് ചെയ്തത്, ഇംപ്യൂട്ടേഷന്, മീൻ ഇംപ്യൂട്ടേഷന് പകരം. എന്തുകൊണ്ടായിരിക്കും ഇൻ്റർപൊളേഷൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഡാറ്റയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഡെയിലി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ മിസ്സിംഗ് വാല്യൂ സീസണൽ പാറ്റേൺ ഉള്ളത് കൊണ്ട് തന്നെ അടുത്തടുത്തുള്ള സാധനത്തിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മീൻ ഇംപ്യൂട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് ഓഫ് മൊത്തത്തിലുള്ളതിൻ്റെ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ മീൻ വാല്യൂ ആണ്, മൊത്തം വാല്യൂസിൻ്റെ മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ല സമ്മറിലുണ്ടായ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് വല്ല വിൻ്ററിൻ്റെ ടൈമും കൊണ്ട് കാണിച്ചു കൊടുക്കും ആ സമയത്ത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പാറ്റേൺ കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇൻ്റർപൊളേഷൻ കിട്ടുന്നത്. നമ്മൾ അടുത്തടുത്തുള്ള നെയ്ബറിംഗ് പോയിന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇതാണ് നമ്മൾ മീൻ ഇൻ്റർപൊളേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഒന്ന് ഞാൻ പറയാണ്, തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ മെയിനായിട്ട് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് പഠിക്കണം. അതേപോലെ റേഞ്ച്, ഇൻ്റർ ക്വാർട്ടൈൽ അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കണം. 2-3 ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് നോക്കുക തന്നെ വേണം ഫസ്റ്റ് മൊഡ്യൂളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഈ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇങ്ങനൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നാൽ അതിൻ്റെ സീസണാലിറ്റി അത് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണേ എന്നുള്ളത്. അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഡാറ്റ ക്ലീനിങ് മെത്തേഡ് ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ 3 വേരിയബിൾ കോണ്ടിജൻസി ടേബിൾ ഒരെണ്ണം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അങ്ങനത്തെ പിന്നെ ഹീറ്റ് മാപ്പ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എങ്ങനെയാണ് റിലേഷൻസ് കണ്ടുപിടിക്കാന്നുള്ളത് അതൊക്കെ നോക്കണം. അതേപോലെ തന്നെ തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് എന്ന്. അതിൻ്റെ പോസിറ്റീവ് വാല്യൂ കാണിച്ചാൽ എന്താ കാണിക്കുന്നത്, നെഗറ്റീവ് വാല്യൂ വന്നാൽ എന്താണ്, 0 കാണിച്ചാൽ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ കോറിലേഷൻ പറയണേ എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജിനി ഇൻഇക്വാലിറ്റിയുടെ കാര്യം. നമ്മുടെ ഇൻഇക്വാലിറ്റി മെഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. വേൾഡ് വൈഡിൽ നമ്മൾ കുറേ പേർക്ക് കാശുണ്ടാവും, കുറേ പേരിൽ കാശുണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. അതൊന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.